ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മൂന്നാം T20 ഇന്ത്യ വിജയിക്കുന്നു. 2-1 സീരീസ് ഇന്ത്യ ലീഡ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് സഞ്ജുവിൻ്റെ വിക്കറ്റ് വലിയ നഷ്ടം തന്നെയായിരുന്നു. പക്ഷേ ഒരു സൈഡിൽ അഭിഷേക് ശർമ്മയും അതോടൊപ്പം തന്നെ മറ്റൊരു സൈഡിൽ തിലക് വർമ്മയുടെയും പാർട്ട്ണർഷിപ്പ് വലിയ രീതിയിൽ ഇന്ത്യയെ കരകയറ്റിക്കാൻ സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആൻഡ് അഭിഷേക് ശർമ്മയെ സംബന്ധിച്ച് ഈ ഒരു മത്സരം ഭയങ്കര ക്രൂഷ്യലായിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ടുള്ള പ്രകടനം താരത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടികളും ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താവാനുള്ള സാധ്യതകളും വളരെയധികം കൂട്ടിയിരുന്നു. പക്ഷേ പവർ പ്ലേയിൽ മികച്ച രീതിയിൽ തന്നെ അഭിഷേക് ബാറ്റ് ചെയ്തു. ആ ഒരു അഗ്രസീവായിട്ടുള്ള ബാറ്റിംഗ് സ്റ്റൈൽ തന്നെ പിന്തുടർന്നു. നല്ല രീതിയിൽ 50 അടിക്കാൻ സാധിച്ചു. പോരാത്തതിന് ഇപ്പോഴത്തെ സൈഡിൽ തിലക് വർമ്മ സെഞ്ചുറിയും അടിക്കുന്നു. അറ്റ് ദ ഏജ് ഓഫ് 22, അതും എവേ മത്സരത്തിൽ പോയി സെഞ്ചുറി അടിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ആൻഡ് എല്ലാവരും കൂടി ബാറ്റിംഗ് സൈഡിൽ സഞ്ജുവിനെ ബ്ലെയിം ചെയ്യാൻ വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു മത്സരത്തിൽ സൂര്യകുമാർ യാദവിൻ്റെ സ്കോർ നോക്കുക, റിങ്കുവിൻ്റെ സ്കോർ നോക്കുക, ഹർദിക് പാണ്ഡ്യയുടെ സ്കോർ നോക്കുക. ഇവരെ ആരെയും ബ്ലെയിം ചെയ്യാറ് എന്തുകൊണ്ടാണ് സഞ്ജുവിലേക്ക് മാത്രം ഈ ഒരു കുറ്റപ്പെടുത്തലുകൾ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആൻഡ് 2 സെഞ്ചുറികൾ അടിച്ചത് അത് ബൈ ലെക്കാണ് എന്ന് പറയുന്നതോട് നമ്മൾ കൂടുതൽ തർക്കിക്കാൻ പോകാതിരിക്കുക. കാരണം അവർക്ക് സെഞ്ചുറിയുടെ വില എന്താണെന്ന് അറിയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അവരോട് കൂടുതൽ തർക്കിക്കാതിരിക്കുക, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് സഞ്ജുവിന് ഇന്നത്തെ മത്സരത്തിൽ ഡെക്കാവൽ ആക്ച്വലി ഒട്ടും സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമായിരുന്നില്ല. ബാറ്റിംഗ് സൈഡിൽ ഓഫ് കോഴ്സ് ആൾ ഒരു ടീം പ്ലെയർ ആണെന്ന് വീണ്ടും തെളിയിക്കുന്ന രീതി തന്നെയാണ്. കാരണം ആ ഒരു അഗ്രസീവായിട്ടുള്ള ബാറ്റിംഗ് സ്റ്റൈൽ പിന്തുടരാൻ തന്നെയാണ് സഞ്ജു ശ്രമിക്കുന്നത്. കറക്റ്റായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യാതെ ക്രീസിന് വെളിയിലേക്ക് സ്റ്റാൻസ് എടുത്തിട്ടാണ് ആൾ ആ ഒരു ബോൾ ഫേസ് ചെയ്യാൻ നിൽക്കുന്നത്. ആ ബോൾ ഡിപ്പാവുന്നു, കുറച്ച് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു ബോളിന്, ആളുടെ വിക്കറ്റ് പോകുന്നു. കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ ജാൻസൺ തന്നെയാണ് ആ ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ജാൻസന്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് ആ ഒരു പിച്ചിൽ എക്സ്ട്രാ ബൗൺസ് ജനറേറ്റ് ചെയ്യുകയെന്നും ഷോർട്ട് ബോൾ വരാൻ സാധ്യതയുണ്ടെന്നും പ്രതീക്ഷിച്ചായിരിക്കണം സഞ്ജു ആ ഒരു സ്റ്റാൻസ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് എടുത്തത്. അത് വലിയ മണ്ടത്തരമായി പോയി. ബോളിന് നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മൂവ്മെൻ്റ് ഉള്ള ബോളുകളിൽ സഞ്ജുവിൻ്റെ പ്രകടനം കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. അതിലൊരു മാറ്റം കണ്ടെത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. ആൻഡ് മത്സരത്തിലേക്ക് ബാക്കി നോക്കിക്കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവിൻ്റെ വിക്കറ്റും ഭയങ്കര പ്ലാനിങ്ങിലാണ് അത് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു സൈഡിൽ സ്പേസ് കൊടുത്തിട്ട് സ്ലോ ബോൾ എറിയുന്നു, സൂര്യകുമാർ യാദവ് ക്യാച്ച് ഔട്ട് ആകുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിങ്കുവിൻ്റെ കാര്യം പലരും ചോദിക്കുന്നുണ്ട്. റിങ്കു മെയിനായിട്ട് ഫോം ഔട്ട് ആകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ IPL തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിങ്കുവിന് ചാൻസുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും വളരെ ബോളുകളുടെ എണ്ണം കുറവായിരുന്നു. അവിടെ മുതൽ റിങ്കു കളിച്ചിട്ടുള്ള ബോളുകളും അതോടൊപ്പം റിങ്കുവിൻ്റെ ആ ഒരു കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ T20 സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കളിച്ചിട്ടുള്ള ബോളുകളും നോട്ട് ഔട്ട് ആയിട്ടുള്ള ഇന്നിങ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഡു നോട്ട് ബാറ്റ് ആയിട്ടുള്ള 3-4 മത്സരങ്ങളുണ്ട്. സോ അത് വലിയ തിരിച്ചടി തന്നെയാണ് റിങ്കുവിന് നൽകിയിട്ടുള്ളത്. ഒരു പക്ഷേ റിങ്കു അവസാന മത്സരം കളിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ആ ഒരു സൈഡിലേക്ക് ചിലപ്പോൾ ജിതേഷ് ശർമ്മയെ പരീക്ഷിക്കാനുള്ള സാധ്യതകളുണ്ട്. ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അടി കിട്ടി. ആകെ കൂടി ആ ഒരു ബെറ്റർ എക്കോണമി എന്ന് പറയുന്നത് നമ്മുടെ അക്ഷർ പട്ടേലിന് മാത്രമായിരിക്കും. ബിഷ്ണോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പുള്ളിയുടെ 3 ഓവർ അടിപൊളിയായിരുന്നു. പക്ഷേ അവസാന ഓവറിൽ പുള്ളിക്കിട്ടും അടി കിട്ടി. ആൻഡ് എന്തായാലും ജാൻസന്റെ കിടിലൻ ബാറ്റിങ് ഒരു പക്ഷേ ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയായേനെ. ഒരു പരിധി വരെ ജാൻസൺ ജയിപ്പിക്കും എന്നൊക്കെ ഇടയ്ക്ക് തോന്നിപ്പിക്കുന്നുണ്ടായിരുന്നു. ഹർദിക് പാണ്ഡ്യ സ്ലോട്ടിൽ തന്നെ പുള്ളിക്ക് ബോൾ എറിഞ്ഞു കൊടുക്കുന്നു. ഇത്രയും ടച്ചായി നിൽക്കുന്ന ബാറ്റർക്ക്, അതും ഇത്രയും ഹൈറ്റുള്ള ബാറ്റർക്ക് ഷോർട്ട് ബോൾ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൗൺസർ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവ് എന്തുകൊണ്ടാണ് രമൺദീപിനെ ബോളിംഗ് സൈഡിൽ പരീക്ഷിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി ആൾ കുറച്ച് പ്രീ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഫീൽഡിൽ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊരു മാറ്റം അനിവാര്യമാണ്. കാരണം സഡൻ ആയിട്ടുള്ള ആ ഒരു കാൽക്കുലേഷൻസ് വന്നില്ലെങ്കിൽ, സഡൻ ആയിട്ടുള്ള മാറ്റങ്ങൾ ഫീൽഡിൽ കൊണ്ടുവന്നില്ലെങ്കിൽ, അതിന് ബോളിംഗ് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അതാണ് കഴിഞ്ഞ T20 മത്സരത്തിൽ അക്സറിന് ബോൾ കൊടുക്കാതെ കാണിച്ച മണ്ടത്തരമാണ് നമ്മൾ തോക്കാൻ കാരണം. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് വിജയം കണ്ടെത്താനായെങ്കിലും ഒരുപാട് ഏരിയകളിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബോളിംഗ് സൈഡിൽ ചിലപ്പോൾ അടുത്ത മത്സരത്തിൽ യാഷ് ദയാൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ പുറത്തിരിക്കാൻ സാധ്യതയുള്ള പ്ലെയർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ രമൺദീപും ഹർദിക് പാണ്ഡ്യ 2 റൈറ്റ് ആം പേഴ്സേഴ്സ് ഉണ്ട്. ഹർഷ്ദീപും അതോടൊപ്പം തന്നെ യാഷ് ദയാലിനെ 2 ലെഫ്റ്റ് ആം പേഴ്സേഴ്സും പിന്നീട് സ്പിന്നേഴ്സുമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും എന്താണ് ലെവലിൽ മാറ്റം വരിക എന്ന് എനിക്ക് ഗസ് കിട്ടുന്നില്ല. റിങ്കുവിന് പകരം എന്തായാലും ജിതേഷ് ശർമ്മയെ കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് അവിടെ കൂടുതലും കാണുന്നത്. ലെറ്റ്സ് സീ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ്. ബൈ ബൈസ്.